അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ എഗ്ഗ് മസാല വെച്ചിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ചിക്കൻ ഇടാം, വെജിറ്റബിൾസ് ഇടാം, പിന്നെ അങ്ങനെ എന്താണോ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് കഴിക്കുക കേട്ടോ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡയറ്റ് ഒരിക്കലും മടുപ്പ് വരാത്ത രീതിയിൽ നമുക്ക് അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ട് ഇതുപോലെയുള്ള ഡിഷസ് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഡയറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമ്മളൊരു ഡയറ്റിലാണെന്നും ഫുഡ് കൺട്രോളിലാണെന്നൊന്നും നമുക്ക് തോന്നില്ല. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. മിഡ് മോർണിംഗിനായിട്ട് ഞാൻ വാട്ടർമെലനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട് വേണമെങ്കിലും എടുക്കാം, പക്ഷേ നിങ്ങൾ ഓവർ മധുരമുള്ള ഫ്രൂട്ട്സുകൾ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ഗ്രേപ്സ് അവോയ്ഡ് ചെയ്യുക, മാംഗോ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അവോയ്ഡ് ചെയ്യുക കേട്ടോ. പിന്നെ നട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ലഞ്ചിന് ഞാൻ റൈസ് എടുത്തിട്ടുണ്ട്, ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഫിഷ് കറിയുണ്ട്, ഒരു പീസ് ഫിഷ് പൊരിച്ചത് എടുത്തിട്ടുണ്ട്, ചീരത്തോരൻ എടുത്തിട്ടുണ്ട്, വെജിറ്റബിൾ സലാഡും എടുത്തിട്ടുണ്ട്. അപ്പം ഇത് കൂട്ടിയിട്ടാണ് ഇന്നത്തെ ലഞ്ച്.